നമ്മളുടെ ശരീരത്തിൽ ഉള്ള കുഴപ്പങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒന്ന് നമ്മുടെ ഇൻസുലിൻ ബീറ്റ സെൽ ഡിസ്ഫങ്ഷനും, പിന്നെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ബീറ്റ സെൽ അല്ലാത്ത ബാക്കിയുള്ള സെൽസ് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആകുന്നതും, ബീറ്റ സെൽസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ കുറയുന്നു. ആ ഇൻസുലിനെ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ബാക്കിയുള്ള സെൽസ് ശരിയായിട്ട് പ്രവർത്തിക്കുന്നുമില്ല. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ഭാഗം, അത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്. ഇൻഫ്ലമേഷൻ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ നീർവീഴ്ച എന്നൊക്കെ മലയാളത്തിൽ പറയും. നമ്മൾക്ക് ഒരു ഒടിവോ മുറിവോ ഉണ്ടായാൽ അവിടെ ഉടനെ ഒന്നുകിൽ ഒരു റെഡ് നിറവും ഒരു സ്വെല്ലിങ്ങും വരും. അതിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ഹീലിംഗ് റെസ്പോൺസ് ആണ്. അതിനെ ക്യൂർ ചെയ്യാനായിട്ട് പല പല പ്രവൃത്തികൾ ഉണ്ടാകും. നമ്മൾ തൊട്ട് നോക്കി അവിടെ ഇച്ചിരി ചൂട് കൂടിയിരിക്കും. അതൊക്കെ ഹീലിംഗ് റെസ്പോൺസ് ആണ്. ആ റെസ്പോൺസിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ പുറമേ നിന്നുള്ള പല വസ്തുക്കളും നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വസ്തുക്കളെ നമ്മളുടെ ശരീരത്തിന് പ്രതിരോധിക്കേണ്ടതായിട്ടും വരും. ആ പ്രതിരോധിക്കാനായിട്ട് നമ്മളുടെ ശരീരം പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇൻഫ്ലമേഷനാണ് ഈ ഫോറിൻ ബോഡീസിനെ, അതായത് എന്താണ് ഈ ഫോറിൻ ബോഡി? ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പിന്നെ പാരസൈറ്റ്സ്, ഇവരെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ശരീരം ഉണ്ടാക്കുന്ന മാർഗമാണ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ നമ്മൾക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിലേ നമ്മൾ സർവൈവ് ചെയ്യത്തുള്ളൂ. ഈ ഫോറിൻ ബോഡീസിനെയൊക്കെ നമ്മൾ ഇൻഫ്ലമേഷൻ കൊണ്ട് പ്രതിരോധിച്ചില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. നമ്മുടെ ജീവൻ അത് ആവശ്യമാണ്. പക്ഷേ ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിനെ ഗ്രോത്തിൽ നിന്നും മാറ്റും. നമ്മളുടെ ശരീരം ഗ്രോത്ത് എന്ന് പറയുന്ന, നമ്മുടെ ഗ്ലൂക്കോസ് ഒക്കെ ഗ്രോത്തിനായിട്ട് ഉപയോഗിക്കും എന്ന് പറയത്തില്ലേ, ആ ഗ്രോത്ത് എന്നുള്ള ഇതിൽ നിന്നും മാറ്റി ഇൻഫ്ലമേഷൻ എന്നുള്ള ആക്ഷനിലേക്ക് മാറ്റും. പക്ഷേ അത് ഒരു കാര്യം ചെയ്യും, അത് ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടും. അത് നമുക്കറിയാം. നമുക്ക് വല്ലതും ഒടിവോ ചതവോ വന്ന് ഒരു നീര് വന്നാൽ അവിടെ തൊട്ട് നോക്കിയാൽ അവിടെ ചൂടായിട്ട് ഇരിക്കും. അതുകൊണ്ട് ഈ ശരീരം ഗ്ലൂക്കോസിനെ, നമ്മുടെ ശരീരം അന്നേരം ATP ഉണ്ടാക്കി, ATP ഞാൻ പറഞ്ഞല്ലോ, എനർജി സ്റ്റോറേജിനുള്ള ATP, എനർജി ആക്കുന്നതിന് പകരം അത് ഹീറ്റായിട്ട് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ മാറ്റും. അപ്പൊ നമ്മുടെ ബോഡിയുടെ എനർജീനെ ഹീറ്റ് ആക്കാനായിട്ട് യൂസ് ചെയ്യും. ഹീറ്റ് ആക്കാനായിട്ട്, അല്ലാതെ ഗ്രോത്തിനും മറ്റു ആക്ടിവിറ്റി, നമ്മുടെ ബോഡി നടക്കാനുള്ള എനർജി, ഗ്രോത്തിനുള്ള എനർജി എന്നൊക്കെ മാറി ചൂടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. നമുക്കറിയാം, നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നാലും നമുക്ക് ഭയങ്കര പനി വരും. ആ പനി നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രതിരോധമായിട്ട് ഉപയോഗിക്കുന്ന, അതിനെ വൈറസിനെ പുറന്തള്ളാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. പനി കൂടിയാൽ നമുക്ക് അഴുക്കാണ്. പക്ഷെ ഈ പനി വരുമ്പോൾ നമുക്ക് നല്ല ക്ഷീണമാണ്. നമുക്ക് ഓടി നടക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മുടെ ബോഡി എനർജി പ്രൊഡക്ഷനിൽ നിന്നും ഹീറ്റ് പ്രൊഡക്ഷനും വൈറസിനെ കൊല്ലാനുള്ള ഇൻഫ്ലമേഷനിലേക്കും തിരിയുന്നു. അത് ഇൻവേഡറിനെ ഫൈറ്റ് ചെയ്യാൻ നല്ല ഒരു വഴിയാണ്. പക്ഷേ നമുക്ക് എന്നും അങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഏജിങ് ഉണ്ടാക്കുക, നമ്മളെ വയസ്സാക്കുകയും നമ്മുടെ പ്രായം കൂട്ടുന്ന ഘടകങ്ങളെ കൂട്ടുകയും നമ്മൾക്ക് ഏർലി മരണം ഉണ്ടാകുകയും ചെയ്യും. നമ്മൾക്ക് ഇൻഫ്ലമേഷൻ എപ്പോഴും കൺട്രോൾഡ് ആയിട്ട് തന്നെ വെക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്ലമേഷൻ വെക്കാൻ പാടില്ല. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ എവിടെ നിന്നാണ് വരുന്നത്? നമുക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ആ ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന്റെ ഒരു സോഴ്സ്. എന്തുകൊണ്ടാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിന്റെ തന്നെ ചില കാര്യങ്ങളെ അത് ഒരു ഇൻവേഡർ ആയിട്ട് കണക്കാക്കി ആ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നു. നമ്മളുടെ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥ, നമ്മളുടെ ശരീരത്തിന്റെ തന്നെ ചില ഭാഗങ്ങളെ അതൊരു ഫോറിൻ ബോഡി ആയിട്ട് കണക്കാക്കി അതിന് അഗൻസ്റ്റ് ആയിട്ട് ഉള്ള ആക്ഷൻ അത് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ടേണിങ് അഗൻസ്റ്റ് ദ ബോഡി ഇറ്റ് സെൽഫ്, ആ ഡിസീസസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരം കാണും. നമ്മൾക്ക് 1/10 ആളുകൾക്ക് USA ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. 10 ഒരാൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. ഇവിടെ ഉണ്ട് ആസ്മ, പിന്നെ സ്കിൻ സോറിയാസിസ്. എനിക്ക് ഈയിടെ ഉണ്ടായ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് ഈ കാണുന്നത്. കയ്യിൽ കാണാമാകും ചെറിയ ചെറിയ വട്ടങ്ങൾ.
അങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആർ എ സിംറ്റം ഓഫ് ഇൻഫ്ലമേഷൻ കോസ്ഡ് ബൈ ദ ബോഡി ടേണിങ് അഗൈൻസ്റ്റ് ഇറ്റ് സെൽഫ്. അപ്പൊ ആ ഇമ്മ്യൂൺ റിയാക്ഷൻ 10 ഒരാൾക്കുണ്ട്. പക്ഷേ USA-യിലും ഇപ്പോൾ ഇന്ത്യയിലും 10 പേർക്കും അവരുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്. അത് ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ കൊണ്ട് അല്ല എന്നാണ് ഡോക്ടർ റോബർട്ട് ലസ്റ്റിക് പറയുന്നത്. ഈ ഇൻഫ്ലമേഷൻ എവിടെ നിന്നാണ് വരുന്നത്? അത് നമ്മളുടെ കുടലിൽ നിന്നാണ് വരുന്നത്. എല്ലാ അസുഖങ്ങളുടെയും കാരണം ഭക്ഷണവും നമ്മളുടെ കുടലുമാണ് എന്നാണ് ഇപ്പോൾ ഓരോ കണ്ടുപിടുത്തങ്ങൾ കൂടുന്തോറും, റിസർച്ച് കൂടുന്നതോറും ഇപ്പൊ ഗട്ടിനെ കുറിച്ച് ഭയങ്കര റിസർച്ചസ് നടക്കുന്നുണ്ട്, ഗട്ടിലുള്ള ബാക്ടീരിയ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇത് നമ്മളുടെ ഗട്ടിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ കുടൽ നിന്നാണ് വരുന്നത്. ഈ കുടൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു ഡ്രെയിനേജ് പൈപ്പ് പോലെയാണ്. നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, റോഡിൽ വലിയ മാൻഹോളൊക്കെ വെച്ചിട്ട് അതിനകത്തുകൂടെ മാലിന്യങ്ങളാണ് മിക്കവാറും പോകുന്നത്. പക്ഷെ ഈ മാലിന്യങ്ങൾ കുടലിനകത്ത് തന്നെ ഇരുന്നാൽ ഒരു കുഴപ്പമില്ല. നമുക്കറിയാമല്ലോ, ചില സമയത്ത് നമ്മളുടെ ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിനകത്തു നിന്ന് നമ്മുടെ കുടിവെള്ളത്തിലേക്ക് മാലിന്യങ്ങൾ കലരുകയും ചുറ്റുമുള്ള ആളുകളെല്ലാം സിക്കാവുകയും ചെയ്യുന്നത്. സെയിം തിങ് ഇവിടെയും സാധിക്കും. ഇൻറ്റസ്റ്റൈനിന് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ, നമ്മളുടെ കുടലിന് ഇതുപോലെ കുടലിലുള്ള മാലിന്യങ്ങൾ പുറത്തു വരാതിരിക്കാനായിട്ട് അതിന് 3 പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ്? ഒന്ന് ഫിസിക്കൽ ബാരിയർ, അതിന് മ്യൂസിൻ ലെയർ എന്ന് പറയും. കുടലിന്റെ ആ പൈപ്പിന്റെ ഉള്ളിൽ ഒരു ലെയർ, മ്യൂസിൻ ലെയർ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ആ ലെയർ കുടലിലുള്ള മാലിന്യം പുറത്തു പോകാതെ അതിനകത്ത് തന്നെ നിൽക്കാൻ സീൽ ചെയ്ത് വെക്കും. പിന്നെ ഒരു ബയോകെമിക്കൽ ബാരിയർ ഉണ്ട്, അതിന്റെ പേര് ടൈറ്റ് ജംഗ്ഷൻസ് എന്നാണ്. ഓരോ സെല്ലുകളും, ഈ മ്യൂസിൻ ലെയറിലെ ഓരോ സെല്ലുകളും ടൈറ്റായിട്ട് ബന്ധിപ്പിച്ചിരിക്കാനുള്ള ടൈറ്റ് ജംഗ്ഷൻസ് ഉണ്ട്. ഈ ടൈറ്റ് ജംഗ്ഷൻസ് ഇത് അകന്നു പോയാൽ പിന്നെ അകത്തേക്ക് മാലിന്യങ്ങൾ കെട്ടും. പിന്നെ മൂന്നാമത് ഇമ്മ്യൂണോളജിക്കൽ ബാരിയർ ടു കിൽ ഓഫ് എനി ബാക്ടീരിയ ദാറ്റ് മേ ട്രൈ ടു എൻ്റർ ദ ബ്ലഡ് സ്ട്രീം. ബ്ലഡ് സ്ട്രീമിൽ കയറാൻ ശ്രമിക്കുന്നതിന് ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഡിസ്ട്രോയ് ചെയ്ത് അതിൽ കയറാതെ ഇരുത്തുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രതിരോധ സംവിധാനം, നമ്മുടെ കുടലിൽ നിന്ന് മാലിന്യം പുറത്തു വരാതിരിക്കാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കുടലിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് വന്നുകൂടാ എന്നുള്ളതാണ്. ആ കുടലിലുള്ള സാധനങ്ങൾ അവിടെ തന്നെ കണ്ടെയ്ൻ ചെയ്യാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട്. ആ സംവിധാനങ്ങൾ എപ്പോഴും അണ്ടർ അറ്റാക്ക്. ആ അണ്ടർ അറ്റാക്ക് ആയിട്ടിരിക്കുന്ന ആ സംവിധാനത്തിലെ പരിരക്ഷിച്ച് വെക്കുകയാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഞാനിത് വളരെ വളരെ ഷോർട്ടായിട്ടാണ് ഇനി പറയുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു സൈസായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നിർത്തുന്നു. ഇനിയും ഈ ക്രോണിക് ഇൻഫ്ലമേഷനെ കുറിച്ചുള്ള ഫർദർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.